വിശ്വാസത്തിന്റെ 36 വർഷങ്ങൾ യഥാർത്ഥ ഓഫറുകളുടെ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റ് ജനുവരി 24 മുതൽ 31 വരെ പിട്ടാപ്പിള്ളിൽ ലെഗസി ഫെസ്റ്റ് ഓഫേഴ്സിൽ ഇത് ബെസ്റ്റ്. ചോക്കാടങ്ങാടിയിലൂടെ കടന്നുപോകുന്ന മലയോര പാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ചില തൽപര കക്ഷികൾ ഉയർത്തുന്ന വിവാദങ്ങൾക്കെതിരെ UDF ചോക്കാട് പഞ്ചായത്ത് കമ്മിറ്റി രംഗത്ത്. വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുന്നത് CPM ആണെന്നും CPM ഭരിക്കുന്ന സർവീസ് ബാങ്കിന്റെ സ്ഥലം സംരക്ഷിക്കാനാണ് പുതിയ നീക്കങ്ങളെന്നും UDF വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് EP അനിൽകുമാർ MLAയുടെയും അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് EP സിറാജിന്റെയും നേതൃത്വത്തിൽ വ്യാപാരികളും ഡ്രൈവേഴ്സ് യൂണിയനും കെട്ടിട ഉടമകളുമായി 7ഓളം ചർച്ച നടത്തിയിരുന്നു. ഭാവിയിലെ ആവശ്യങ്ങൾ കൂടെ പരിഗണിച്ച് ലഭ്യമായ റവന്യൂ ഭൂമി പരമാവധി ഉപയോഗപ്പെടുത്തി റോഡ് നിർമ്മിക്കാനായിരുന്നു അന്നത്തെ തീരുമാനം. എന്നാൽ റോഡ് വീതി കൂട്ടുന്നതിനുള്ള അളവ് CPM നിയന്ത്രണത്തിലുള്ള സർവീസ് ബാങ്കിന്റെ സ്ഥലത്തിന് സമീപം എത്തുമ്പോഴാണ് തടസ്സവാദങ്ങൾ ഉയരുന്നത്. നിഷ്പക്ഷമായി സർവേ നടത്തിയാൽ ബാങ്കിന്റെ സ്ഥലം നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് CPMനുള്ളതെന്ന് UDF ആരോപിച്ചു. ബാങ്ക് കെട്ടിട ഉടമയുടെ വക്കാലത്തുമായി കേശവദാസ് എന്ന വ്യക്തി വികസനം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു. സർവകക്ഷി യോഗത്തിലൂടെയും നാട്ടുകാരുടെ സഹകരണത്തോടെയും UDF മുൻപ് അംഗീകരിച്ച തീരുമാനങ്ങളെ ഇപ്പോൾ സ്വന്തം പാക്കേജ് എന്ന രീതിയിൽ അവതരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചോക്കാട് ടൗൺ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സർവേ നടന്നതിന് ശേഷം ഒരു പത്രസമ്മേളനം കാണാനിടയായി. എന്നാൽ പഞ്ചായത്തിലെ അധികൃതരും അതുപോലെ തന്നെ നാട്ടിലുള്ള ആളുകൾ എല്ലാവരും കൂടിയിട്ട് പഞ്ചായത്തിന്റെ PWയുടെ പൊതുഭൂമി സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തത്തോടു കൂടി സർവേ നടത്തി തീരുമാനം ഉണ്ടാക്കിയ ഒരു കേസിൽ CPIMന്റെ ഒരു നേതാവ് എന്ന നിലയ്ക്ക് കേശവദാസ് ഇടപെടുന്നുണ്ട്. അദ്ദേഹം ഇടപെടുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. നിലവിൽ അവിടെ ചോക്കാട് പഞ്ചായത്തിന്റെ ആ റോഡ് ആരംഭം 12 മീറ്റർ മുതൽ 15 മീറ്റർ വരെ വീതിയുള്ള റോഡ് സർവേ കഴിഞ്ഞതാണ്. മാത്രവുമല്ല 1994 റീസർവേ കഴിഞ്ഞ ഭൂമി അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇടപെടൽ കൊണ്ട് അവിടുത്തെ പല പുറമ്പോക്ക് കയ്യേറ്റവും ഈ റോഡിലേക്ക് കൂട്ടിച്ചേർക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം താനും ഇതിന്റെ ആളാണെന്ന രൂപത്തിലുള്ളൊരു പ്രവർത്തനമായിട്ടാണ് അദ്ദേഹം ആ ലാസ്റ്റ് ദിവസം അവിടെ വന്നത്. ഇവിടെ ഇതിനെ ഏറ്റവും കൂടുതൽ പ്രശംസ അറിയിക്കുന്ന അവിടുത്തെ നാട്ടുകാർക്ക്, അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതിക്ക്, അവിടുത്തെ UDFന്റെയും മറ്റു പൊതുപ്രവർത്തകർക്ക് എല്ലാവർക്കും അതിന്റെ ക്രെഡിറ്റ് ഉണ്ട്. എന്നാൽ ഈ പറയുന്ന വ്യക്തികൾ അത് പ്രത്യേകിച്ച് ഒരു റോളുമില്ല. അത് ഒരു കാര്യം നല്ല രൂപത്തിൽ നടക്കുന്ന സമയത്ത് അതിനെ തൻ്റേതാക്കുന്ന എന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് അവിടെ നടന്നിട്ടുള്ളത്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ MLAയുമായി ചർച്ച നടക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു പ്രദേശത്ത് പന്നിക്കോട്ടുമുണ്ട ഭാഗത്ത് ഏറ്റവും പ്രയാസമുള്ള ഒരു വളവില് ഒരു കൈവശക്കാരനെ കൊണ്ടുവന്ന് അവിടെ ഭൂമി സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് വന്ന കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് അവിടുത്തെ LDFന്റെ CPMന്റെ ആളുകൾ. അപ്പോൾ ഒരു ഭാഗത്ത് അവർ ഭൂമി സംരക്ഷിക്കണമെന്ന് പറയുകയും ഒരു ഭാഗത്ത് ഭൂമി വിട്ടുകൊടുക്കണമെന്ന് പറയുന്ന ഇരട്ടത്താപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിൽ ഇദ്ദേഹത്തിനോ വ്യക്തിപരമായിട്ട് ഇദ്ദേഹത്തിന് ഒരു റോളുമില്ല എന്നാണ് എനിക്ക് വിഷയത്തിൽ പറയാനുള്ളത്. ചോക്കാട് അങ്ങാടിക്ക് ഹൃദയഭാഗത്ത് കൂടി കടന്നു പോകുന്ന പ്രധാന വീതിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ ഒരു വിവാദം ചില തൽപര കക്ഷികൾ ഉയർത്തിക്കൊണ്ടുവന്ന സാഹചര്യത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചോക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ഇതുപോലൊരു വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് സാധ്യമാകുന്ന ഇടത്തോളം വീതിയിൽ ആ റോഡ് നിർമ്മാണം നടത്തി ഭാവിയുടെ സാധ്യതകളെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി ചർച്ചയെ സമീപിച്ചത്. ചോക്കാട് പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാതയുടെ, അതും അങ്ങാടിയിൽ കൂടി കടന്നു പോകുന്ന പാതയുടെ വീതി വളരെ പ്രാധാന്യമുള്ള ഒന്നായതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാരികളുമായും ബിൽഡിംഗ് ഓണേഴ്സുമായും അതുപോലെ തന്നെ നാട്ടുകാരുമായും ഒക്കെ നടന്ന 7ഓളം വരുന്ന ചർച്ചകളിൽ വളരെ താല്പര്യത്തോടുകൂടിയും ശ്രദ്ധാപൂർവവും പ്രായോഗികമായ സമീപനങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടും ആ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട MLA ശ്രീ AP അനിൽകുമാർ അവർകളാണ്. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സിറാജും ആ ചർച്ചകൾക്ക് മുഴുനീള സാന്നിധ്യവും നേതൃത്വവുമായിരുന്നു. പക്ഷേ ചർച്ചകൾക്ക് തുരങ്കം വെച്ചുകൊണ്ട് വീതിയുടെ കാര്യത്തിൽ ചർച്ചകൾ വരുമ്പോൾ 12 അടിക്ക് അപ്പുറത്തേക്ക് 1 ഇഞ്ച് പോലും വിട്ടു നൽകാൻ സാധ്യമല്ല എന്ന ശാഠ്യം ബിൽഡിംഗ് ഓണേഴ്സിൽ ഒരു വിഭാഗം സ്വീകരിക്കുകയായിരുന്നു. അങ്ങനെ ചർച്ചകൾ പലതവണ നടത്തിയെങ്കിലും തീരുമാനത്തിലെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ചർച്ചകളുടെ ഒടുവിൽ സമവായമുണ്ടാക്കി പഞ്ചായത്തിൽ ആ പ്രദേശത്ത് ലഭ്യമാകുന്ന റവന്യൂ ഭൂമിയുടെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാക്സിമം വീതിയിൽ
ഭാവിയെ മുന്നിൽ കണ്ട് ആ റോഡ് നിർമ്മാണത്തിനുള്ള ധാരണ ഉണ്ടാക്കിയതാണ്. പക്ഷേ അന്ന് അവിടെയുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട തർക്കം എന്ന് പറയുന്നത് ചോക്കാട് പഞ്ചായത്തിൽ അങ്ങാടി സമീപം പ്രവർത്തിക്കുന്ന സർവീസ് ബാങ്കിന്റെ ഭൂമിയുടെ അരികിലേക്ക് അളവെത്തുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. ആ ബാങ്ക് CPIM പൂർണ്ണമായും നിയന്ത്രിക്കുന്ന അവരുടെ ഡയറക്ടർ ബോർഡ് ഭരിക്കുന്ന ബാങ്കാണ്. ആ ബാങ്കിന്റെ ഭാഗത്ത് കൂടി നിഷ്പക്ഷവും നീതിപൂർവമായ സർവേ നടത്തി റോഡിന് വീതി ഉറപ്പുവരുത്തുന്ന നടപടികൾ സ്വീകരിച്ചാൽ ബാങ്ക് ഭൂമിക്ക് കേടുപാടുകൾ ഉണ്ടാകും എന്ന ആശങ്കയിൽ ബാങ്കിന്റെ ബിൽഡിംഗ് ഓണറുടെ വക്കാലത്തുമായിട്ടാണ് ബഹുമാന്യനായ ശ്രീ കേശവദാസ് രംഗത്ത് വരുന്നത്. അദ്ദേഹം ഈ പറയുന്നത് പോലെ പഞ്ചായത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പൊതുപ്രവർത്തകനോ സാമൂഹ്യ പരിഷ്കർത്താവോ എന്നുമായി ഞങ്ങൾക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഈ ഒരൊറ്റ വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വരുന്നത്. CPMന്റെ നിയന്ത്രിതമായിട്ടുള്ള ബാങ്കിന്റെ ഭൂമി സംരക്ഷിക്കുക എന്ന ഏക ഉദ്ദേശം നാടിന്റെ വികസന സ്വപ്നത്തെ അട്ടിമറിച്ചുകൊണ്ട് നടപ്പാക്കാനുള്ള ഏറ്റവും മോശമായ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ശ്രീ കേശവദാസിന്റെ സമീപനങ്ങൾ എന്നുള്ളത് ആ നടപടികളെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ആർക്കും ബോധ്യമാകും. വസ്തുതകൾ ഇതായിരിക്കെ മുൻപ് ഐക്യ ജനാധിപത്യയുടെ നേതൃത്വത്തിൽ സർവകക്ഷികളുടെ നേതൃത്വത്തിൽ നാട്ടിലുള്ള പൗരപ്രമുഖരുടെയും അതുപോലെ വ്യാപാരി വ്യവസായികളുടെയും ഒക്കെ അറിവോടുകൂടി എത്തിച്ചേർന്ന ഒരു തീരുമാനത്തെ ഇപ്പോൾ നടപ്പാക്കുമ്പോൾ അത് താൻ കൊണ്ടുവന്ന പ്രത്യേക പാക്കേജ് ആണ് എന്ന രീതിയിൽ ഉള്ള അവകാശവാദം ഉന്നയിക്കുമ്പോൾ വളരെ വിനീതമായ ഒരു സംശയം നമുക്കുണ്ടാവുകയാണ്. എവിടെയായിരുന്നു ഇദ്ദേഹം പ്രതിനിധീകരിക്കുന്ന CPIM എന്നുള്ളത്? CPIM അറിയാതെ CPM അല്ലെങ്കിൽ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോക്കാട് LCS വ്യക്തമാക്കേണ്ടതുണ്ട്. CPMന്റെ സഖാക്കളോട് ചോദിക്കുമ്പോൾ അവർക്ക് വ്യക്തമായ ഉത്തരമില്ല. CPM അറിയാതെ, നാട്ടിലുള്ള ആരും അറിയാതെ 7 വട്ടം MLA നടത്തിയ ചർച്ചയിൽ തീരുമാനമായൊരു വിഷയം താനാണ് പിന്നീട് യഥാർത്ഥത്തിൽ തീരുമാനമാക്കിയത്, അതുകൊണ്ടാണ് ഇപ്പോൾ നടപ്പിൽ വരുത്തുന്നത് എന്ന രീതിയിലുള്ള കപട അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ നാട്ടുകാരെ ഈ വസ്തുതകളെ കൃത്യമായ രീതിയിൽ ബോധ്യപ്പെടുത്തുക എന്നുള്ള ദൗത്യത്തിന്റെ ഭാഗമായാണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരുന്നത്. 12 അടിക്ക് അപ്പുറത്തേക്ക് 1 ഇഞ്ച് പോലും സ്ഥലം വിട്ടു നൽകില്ലെന്ന ചില ബിൽഡിംഗ് ഉടമസ്ഥരുടെ വാശിയും ബാങ്കിനെ സംരക്ഷിക്കാനുള്ള CPMന്റെ ഗൂഢനീക്കവും ഊരാലുങ്കൽ സൊസൈറ്റിയിലെ ചില ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ താൽപര്യങ്ങളുമാണ് നാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് തടസ്സമാകുന്നതെന്ന് വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ കുറ്റപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് AP അനിൽകുമാർ MLAക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. നാടിന്റെ വികസനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഇത്തരം കപട നീക്കങ്ങളെ പൊതുജനങ്ങൾ തിരിച്ചറിയണമെന്നും യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുമാണ് ഈ വിശദീകരണമെന്നും UDF പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചു. ചോക്കാട് പഞ്ചായത്ത് UDF നേതാക്കളായ P ഹംസ കുഞ്ഞാപ്പു, BK മുജീബ്, മധു ജോസഫ്, മുപ്ര ഷറഫുദ്ദീൻ, നീലാംബര സിറാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.